കർണാടക സ്റ്റേറ്റിലെ ഗുണ്ടിൽപേട്ടയിലെ അതിമനോഹരമായ മുന്തിരിത്തോട്ടവും അതിനോട് ചേർന്ന് നിൽക്കുന്ന പഴങ്ങളുടെയും അതിമനോഹരമായ പൂക്കളുടെയും ഒരു വിശാലമായ ഒരു ലോകത്തിലേക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഈ തോട്ടക്കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം ഇനിയും മുന്തിരിത്തോട്ടം കാണാത്ത ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വഴികാട്ടിയാവട്ടെ ഈ വീഡിയോ. അപ്പം ഇതിലുള്ള ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സാർ പറയുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നു. മുന്തിരിത്തോട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഗുണ്ടിൽപേട്ട മൈസൂർ കാലിക്കറ്റിൽ നിന്ന് വരുമ്പോൾ ടോളിൻ്റെ കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ മുന്തിരിത്തോട്ടം ഉള്ളത്. ഇതിനങ്ങനെ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച കുറച്ച് സന്ദർശകർ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് പോലീസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം 7 മണി വരെ ഇപ്പോൾ എന്തായാലും സന്ദർശകർക്ക് നമ്മൾ തുറന്നു കൊടുക്കുന്നുണ്ട്. ഈ ഓണക്കാലത്ത് എല്ലാവർക്കും പിന്നെ ഓപ്പണായിട്ടുണ്ടാവും. ഓണത്തിന് ശേഷം പിന്നെ മുന്തിരി പറിക്കാനുള്ള സംവിധാനങ്ങൾ, മുന്തിരി പറിച്ച് സെയിൽ ചെയ്യുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ അടുത്ത വർഷത്തിലേക്ക് ഇത് എപ്പോഴും 365 ദിവസവും മുന്തിരിയുള്ള മാതിരി ഒരു 5ഓളം പാടങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷം എപ്പോഴും മുന്തിരി എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ മുന്തിരി അല്ലാതെ നമ്മളിതിലേക്ക് വില്ലകളുണ്ട്, താമസിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പൂ ഗാർഡനുകളുണ്ട്, റോസ് ഗാർഡനും പ്ലാനിങ് ഉണ്ട്. ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റോസ് ഗാർഡൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒരു സ്ട്രോബെറി തോട്ടം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഫെസിലിറ്റീസാണ് ഇപ്പോൾ ഉള്ളത്. എപ്പോഴും വരാം, എല്ലാവർക്കും വരാം. സാറ്റർഡേ സൺഡേ ഒന്ന് അവോയ്ഡ് ചെയ്യുക. കാരണം സാറ്റർഡേ സൺഡേ ഭയങ്കര റഷാണ്. അത് ട്രാഫിക് ഇഷ്യൂസ് വരുന്നുണ്ട്. വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ കുറച്ച് ബെറ്ററാണ്. മാക്സിമം ആളുകൾ മറ്റ് ദിവസങ്ങളിൽ സെലക്ട് ചെയ്താൽ റഷില്ലാതെ കണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്ക് ഒരുക്കാൻ പറ്റും. എൻട്രി ഫീ ഞങ്ങൾ വാങ്ങുന്നത് ഇപ്പോൾ പെർ ഹെഡിന് 25 രൂപയാണ്. കുട്ടികളൊന്നും പൈസ വാങ്ങുന്നില്ല. ഒരു പെർ ഹെഡ് 25 രൂപയ്ക്ക് ഞങ്ങൾ പിന്നെ മുന്തിരിത്തോട്ടവും മറ്റു തോട്ടങ്ങളും ഫ്രൂട്ട് ഗാർഡൻസിനും ഒക്കെ കണ്ടിട്ട് പോകാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. മുന്തിരിയുടെ സീസൺ, അതായത് മുന്തിരിക്ക് ഇങ്ങനെ ഒരു സീസൺ ഒന്നുമില്ല. മുന്തിരി ഒരു വിളവ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വിളവ് എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ ഒരു 2.5 വിളവ് എന്നുള്ള ലെവലിൽ കിട്ടും. ഒരു 4 മാസമാണ് ഒരു ആവറേജ് വിളവുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ മനോഹരമായ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവരുടെ വാക്കുകളാണ് ഇത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ മുന്തിരിത്തോട്ടം കാണാൻ ഇവിടെ വരാം. പിന്നെ സാറ്റർഡേ സൺഡേ വളരെ റഷ് ആയതുകൊണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം കോഴിക്കോട്, മലപ്പുറം, അതുപോലെ തന്നെ കാസർഗോഡ് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് സുൽത്താൻ ബത്തേരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബസ്സുണ്ട്. അതുപോലെ തന്നെ KSRTC സർവീസ് ഉണ്ട്. ഇവിടെ റോഡ് സൈഡിൽ തന്നെ വന്നിറങ്ങുകയും കാണുകയും ഒക്കെ ചെയ്യാം. എന്തായാലും ഈ ഒരു മനോഹരമായ കാഴ്ച എന്നെ എന്താണെങ്കിലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും ഒരുപാട് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ട് കാണുക കേട്ടോ. കാരണം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മുന്തിരിങ്ങ കൃഷി വളരെ കുറച്ച്, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഇത്തിരിയൊക്കെ കൃഷി ചെയ്യുമെങ്കിൽ കൂടി ഇങ്ങനെ അത് 2ഓ 3ഓ ചോട്ട് വെച്ച് ഇങ്ങനെ മുന്തിരി, അത് ഒരു വൈറ്റ് മുന്തിരിയില്ലേ നമ്മൾ പണ്ടൊക്കെ കൃഷി ചെയ്യുന്ന, അതിപ്പോൾ ഇല്ല, മാർക്കറ്റിലൊന്നും കിട്ടാനില്ല. പക്ഷേ ഈ ഒരു കാഴ്ച ആദ്യമായിട്ടാണ്. എന്തായാലും കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ കുട്ടികളെയും കൊണ്ട് വരിക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കാഴ്ച ഭയങ്കര ഒരു ആനന്ദം ഇതാകുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ മുന്തിരിങ്ങയുടെ ഈ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് വല്ലാതൊരു സന്തോഷം തോന്നുമല്ലോ. എല്ലാവരുമായിട്ട് വന്നോളൂ. കാരണം ഇത് നമുക്ക് എൻജോയ് ചെയ്യാം, അത്ര തന്നെ. കാരണം നമുക്ക് അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് വേറെ ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഫ്രൂട്ട്സ് നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് പോകാമെന്നാണ് പറയുന്നത്. കാരണം ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം ഫ്രൂട്ട്സ് മിക്ക. അതുപോലെ തന്നെ ഈ മുന്തിരി ഇപ്പോൾ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മുന്തിരി നന്നായിട്ട് പഴുക്കും. അപ്പോൾ നമുക്കൊക്കെ മേടിച്ചിട്ട് പോകാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് പോകാം. അതുപോലെ തന്നെ വേറെയും ഇവിടെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തോട്ടമുണ്ട്. അതുപോലെ തന്നെ വില്ലയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കാരണം ഇത് കാണാൻ നല്ല തിരക്കാണ്. എല്ലാ ദിവസങ്ങളിലും നല്ല ക്യൂ ആണ്. ഇന്ന് എന്തോന്ന് അറിയില്ല, ഞങ്ങൾ അത് കുറച്ച് നേരത്തെ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇത്തിരി തിരക്ക് കുറവുണ്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും നല്ല തിരക്ക് വരുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ പോവുകയാണ്. ഒരു 9:30 ആകുമ്പം 10 മണിയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ തിരക്കില്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഫുഡൊക്കെ കരുതണം. ചെറിയ ചെറിയ സ്നാക്സൊക്കെ കുട്ടികൾക്കൊക്കെ കരുതണം. കാരണം ഇവിടെ അടുത്ത് അങ്ങനെ ഫുഡ് കോർണർ
നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ പോകണം. അതുകൊണ്ട് തന്നെ കയ്യിൽ ഫുഡൊക്കെ കരുതി ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്തിട്ടൊക്കെ പോകാം. ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഇവർ ഫെസിലിറ്റീസൊക്കെ ഒരുക്കി തരും. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഇത് ശരിക്കും ആയിട്ടില്ല മുന്തിരിങ്ങ, അതായത് പുളിയാണ് ഈ മുന്തിരിങ്ങ. നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്തിരിങ്ങ കാണുമ്പോൾ ആരാണെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാതിരിക്കുമോ അല്ലേ? അത് ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്താണെങ്കിലും ഒരു മുന്തിരി എടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഇതാ നമ്മുടെ അനാറിൻ്റെ തോട്ടമുണ്ട് കേട്ടോ. അനാറിൻ്റെ ഒരുപാടുണ്ട്. എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അനാറിൻ്റെ ചെടികളാണ് ഇത്. അത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്രൂട്ട്സ് തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരുപാടുണ്ട്. എന്താ പറയേണ്ടത്, നെല്ലിയുണ്ട്, അതുപോലെ തന്നെ ഞാവൽ പഴമുണ്ട്, എല്ലാം തന്നെയുണ്ട്. ഒരു മാംഗോ, അങ്ങനെ ഇത് നല്ല നല്ല ഫലവൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇവരുടെ വില്ലയാണ് കേട്ടോ, നല്ല വൃത്തിയായിട്ട് ഒരു വില്ല ഉണ്ട്, ഒരുപാട് വില്ലയുണ്ട്. സർവ്വസുഗന്ധി ഇതാ, അതുപോലെ തന്നെ ഒരുപാട് നല്ല, അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ വേപ്പിൻ്റെ, അങ്ങനെ കുറേ നമുക്ക് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. കുട്ടികളെയും കൊണ്ടൊക്കെ വരിക, എല്ലാവർക്കും ഇതാ. അതുപോലെ ചെറി ഫ്രൂട്ട് കണ്ടോ, ഇതാണ് ചെറി. നമ്മൾ ആ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബേക്കറികളിൽ ആ ചെറിയാണിത്. ഇതൊക്കെ എല്ലാവരും കണ്ടു കാണും. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ് കേട്ടോ. അങ്ങനെയല്ല, എൻ്റെ ലൈഫിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ തൊട്ടടുത്തതാ ചെറിയുള്ളിയുടെ പാടം. അത് കർണാടകയിൽ എവിടെ പോയാലും നമുക്ക് ഇങ്ങനെയുള്ള പാടങ്ങളൊക്കെ കാണാം. പക്ഷേ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ, അതുപോലെ തന്നെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത ഒരു ഗാർഡനാണ്. ഇപ്പം ചെണ്ടുമല്ലി മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാലും ഇത് അതിമനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ചെണ്ടുമല്ലി തോട്ടം. കണ്ടില്ലേ, നല്ല ഇതായിട്ടുണ്ട്. ഒറ്റ കളറ് മാത്രമേ ഉള്ളൂ. നമ്മുടെ സൂര്യകാന്തി പാടത്ത് ഇപ്പം ഇങ്ങനെയുള്ള ചെണ്ടുമല്ലി ഉണ്ട്, എന്നാലും അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരിതാണ്. എന്തായാലും ഇവിടെ നല്ല, നമ്മുടെ നാട്ടിൽ നല്ല മഴയാണല്ലോ, പക്ഷേ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റ്. ഇത് കണ്ടോ, ഒരുപാട് വള്ളിച്ചെടിയും ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടെങ്കിലും ഇത് കണ്ടില്ലേ, നല്ല നല്ല കാറ്റടിക്കുന്നുണ്ട്. മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല. അതുപോലെ തന്നെ ഒരു പ്രത്യേകത, ഇവിടെ മുന്തിരി തൈകൾ വാങ്ങാൻ കിട്ടുമേ. നല്ല തൈകളാണെന്നാണ് പറഞ്ഞത്. 150 രൂപയാണ് വില. അതുപോലെ തന്നെ ഇത് എന്താ സീതപ്പഴം അല്ലേ, അങ്ങനെയല്ല പറയുക, സീതപ്പഴമാണ്. ഇത് കണ്ടോ, ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടം ഉണ്ട്. സീസൺ ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സും നേരിട്ട് നല്ല ഫ്രൂട്ട്സ് മേടിച്ചിട്ട് പോകാം. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. എന്തായാലും ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്. കണ്ട റോഡ് സൈഡിലാണ്, ഒരു തെറ്റാനുമില്ല. നമ്മൾ ബസ്സിന് വരുവാണെങ്കിൽ ഇത് അവിടെ സ്റ്റോപ്പുണ്ട്, അവിടെ ഇറങ്ങിയിട്ട് നേരെ ഇതാ അങ്ങോട്ട് പോകാം. ഓക്കെ, ബൈ ബൈ.